ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്നലത്തെ രണ്ട് വീഡിയോയിലായിട്ട് നമ്മൾ എന്താക്കി ഒരു റിയൽ വേൾഡ് കേസ് സ്റ്റഡി നമ്മൾ പഠിച്ചു പ്രൊജക്റ്റ്. ഇന്ന് നമ്മൾ പുതിയൊരു കേസ് സ്റ്റഡിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പാർട്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒരു പ്രൊജക്റ്റ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ റിയൽ വേൾഡിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു പ്രൊജക്റ്റ് പൈത്തണിൽ ചെയ്യുമ്പോൾ, ഡാറ്റ അനാലിസിസ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ട ലൈബ്രറി ഒക്കെ ഇമ്പോർട്ട് ചെയ്യും. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ഇമ്പോർട്ട്. ഇപ്പം നമ്മൾ രണ്ട് ലൈബ്രറി പഠിച്ചിട്ടുള്ളൂ, അപ്പോൾ രണ്ട് വെച്ചിട്ട് മാത്രമേ നമുക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സീബോണും മാറ്റ് പൈപ്പ് പ്ലോട്ടൊക്കെ നമ്മൾ പഠിച്ചതിന് ശേഷം അതും കൂടി വെച്ചിട്ട് ഉള്ള കേസ് സ്റ്റഡി നമ്മൾ പഠിക്കും. ഓക്കെ, ഇമ്പോർട്ട് നമ്പേഴ്സ് np and import pandas as pd. ഇത് രണ്ടെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ രണ്ടും നമ്മൾ എന്താക്കാണ് ഇമ്പോർട്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത്, അത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ഡാറ്റ സെറ്റ് ലോഡ് ചെയ്യാം. ഈ ഡാറ്റ സെറ്റ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി എനിക്ക് ഞാൻ അവൈലബിൾ ലിങ്കിൻ്റെ കയ്യിലുണ്ട്. ഈ ലിങ്ക് വെച്ചിട്ട് റൺ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമ്മളെ ഗൂഗിൾ ഡ്രൈവിലൊക്കെ ഉള്ള ഡാറ്റ സെറ്റ് എങ്ങനെ ലോഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് ഓക്കെ, അപ്പം ഡാറ്റ ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. ഇനി ഈ ലോഡായ ഡാറ്റ ഇത് ഓൾറെഡി ഇതാ HTTP ഡ്രൈവ് ഗൂഗിൾ ഡ്രോട്ട് എന്നുള്ള ഈ ഒരു ഐഡിയിലാണ് ഇതുള്ളത്. ഓക്കെ, ഇത് കണ്ടന്റ്, ഇതിൻ്റെ ഫയൽ നെയിമാണ് ഈ കണ്ടന്റ്. അതല്ലേ കണ്ടന്റ് pfizer 1.csv എന്നുള്ള ഫയലാണ് ഇത്. ഇതൊരു മെഡിക്കൽ ഡാറ്റ ആണ്. ഓക്കെ, ഫൈസർ നമുക്കറിയാലോ, കൊറോണയുടെ ടൈമിൽ ഉണ്ടാക്കിയ വാക്സിൻ്റെ അവരെ ഒരു മെഡിക്കൽ ഡാറ്റ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ലോഡ് ചെയ്ത് വെച്ച ഡാറ്റനെ നമുക്ക് എന്താക്കണം, ഒരു ഇതാണ് ഡാറ്റ നമ്മൾ കൊളാബിലേക്ക് ലോഡ് ചെയ്ത്. പക്ഷെ കൊളാബിൽ ലോഡ് ചെയ്താൽ നമുക്ക് ഡാറ്റ അനാലിസിസ് ചെയ്യണമെങ്കിൽ ഈ ഡാറ്റനെ എന്താക്കണം, നമ്മൾ പാൻഡാസ് ഡാറ്റാബേസിലേക്ക് നമുക്ക് പാൻഡാസിൻ്റെ ലൈബ്രറിയിലേക്ക് പാൻഡാസ് ഡാറ്റാബേസിലേക്ക് നമുക്ക് ലോഡ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഡാറ്റ എന്നുള്ള. ഈ ഡാറ്റയിലേക്ക് ഫീഡ് ചെയ്ത് എല്ലാ ഡാറ്റയിലും പൈത്തണിൽ ചെയ്യുമ്പോൾ, ഡാറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇതാണ്. ഓക്കെ, pd.reader.csv നമുക്ക് ഒരു സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താക്കണം, ഇതേ നെയിം, ഇതാണ് അതിൻ്റെ നെയിം, ഡാറ്റ സെറ്റ് നെയിം. ഇത് കോപ്പി ചെയ്യുക, അല്ല ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. ഞാൻ കോപ്പി ചെയ്യുന്നത്. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അത് ലോഡാവില്ല, എറർ. അപ്പോൾ ഇതൊക്കെ. ഇനി നമ്മൾ ഏത് ഡാറ്റ അനാലിസിസും ഡാറ്റ ലോഡ് ചെയ്ത് അത് പാൻഡാസിൻ്റെ ഡാറ്റ ഫ്രെയിമിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഇനി ഡാറ്റകളൊന്ന് നോക്കും. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യൽ. ഓക്കെ, അപ്പോൾ ഡാറ്റ അതിന് നമ്മൾ പഠിച്ചൊരു കമാൻഡ് ഉണ്ട്, data.head. എടുത്തിട്ട് സാധാരണ 5 നോർമലി ഒന്നും കൊടുത്തില്ലെങ്കിൽ 5 വരും. നമുക്ക് 10 വേണമെങ്കിൽ 10 കൂടെ കൊടുത്താൽ മതി. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡാറ്റ മനസ്സിലാക്കാൻ നമുക്കൊരു 5 കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ എന്തെല്ലാം ഉണ്ട്, ഇൻഡെക്സ് ഉണ്ട്, അതിന് പുറമെ ഓരോ കറസ്പോണ്ടൻറ്റ് ഡേറ്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഡ്രഗ്സിൻ്റെ നെയിം ഉണ്ട്, പാരാമീറ്റർ ഉണ്ട്, പിന്നെ ഓരോ ടൈമിൽ ടെസ്റ്റിംഗ് ടൈമുകളുണ്ട്. ഓക്കെ,
വ്യത്യസ്തമായ ടൈമുകളുള്ള ടെസ്റ്റിംഗ് ടൈമുകളുണ്ട്. പിന്നെ ഫുള്ള് ടെസ്റ്റിംഗ് ടൈം തന്നെയാണ്, വ്യത്യസ്തമായ സമയങ്ങളിൽ ഇത് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റിംഗ് ടൈമുകളുണ്ട്. അപ്പോൾ ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇപ്പോൾ നമുക്ക് ഡാറ്റ ഈ CSV ഫയൽ ഫൈസറിൻ്റെ ഡാറ്റ സെറ്റ്, മെഡിക്കൽ ഡാറ്റ സെറ്റിൻ്റെ ഏകദേശം ഡാറ്റകൾ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് ഇവിടെ കിട്ടി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡാറ്റകളിൽ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ആള് നോക്കിയിട്ട് ഈ ഡാറ്റയിൽ ഇനി എന്തെങ്കിലും എന്താ പറയല് നള്ളുകൾ ഉണ്ടോ, പിന്നെ ഡാറ്റൻ്റെ ടൈപ്പ് ഏതാണ്, ഇതൊക്കെയാണ് അറിയേണ്ടത്. അതറിഞ്ഞാലേ നമുക്ക് അതിനെ അനാലിസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, data.info. ഇതടിച്ചാൽ നമുക്ക് ഡാറ്റൻ്റെ ഓൾ ഡാറ്റകൾ എങ്ങനെയാണ് വന്നത് എന്നുള്ളതിൻ്റെ ആ കോളംസ് എന്താണെന്നും അതിൻ്റെ ഇവിടെ കണ്ടില്ലേ കോളംസ് നെയിമാണ് ഇത്, ഡേറ്റ്, ഡ്രഗ്സ് നെയിം, പാരാമീറ്റർ, പിന്നെ സമയങ്ങൾ. പിന്നെ അതിൽ നോൺ നൾ കൗണ്ട് ഇതിൽ കാണും, നോൺ നൾ കൗണ്ട് ഒക്കെ 18. ഇതെല്ലാം നോൺ നള്ളൊക്കെ ഉണ്ടാവും. നള്ളുണ്ടെങ്കിൽ അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും, ഡ്രോപ്പ് ചെയ്യണം, അവറേജ് ചെയ്യേണ്ടിയിട്ട് അവറേജ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ടൈപ്പ് ഈ ഡേറ്റ് ഒബ്ജക്റ്റ് ടൈപ്പിലാണ്. മനസ്സിലായില്ലേ? ഡ്രഗ് നെയിം ഒബ്ജക്റ്റ്, പിന്നെ പാരാമീറ്റർ ഒബ്ജക്റ്റ് ടൈപ്പ്. ബാക്കിയുള്ള ടൈമുകളൊക്കെ എന്താണ് ഫ്ലോട്ട് ടൈപ്പിലാണ് വന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താക്കേണ്ടി വരും, ഡേറ്റ് നമുക്ക് ഒബ്ജക്റ്റ് ടൈപ്പിൽ നമുക്ക് പറ്റില്ല, അതിനെ ഡേ ടൈം എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ data.info നമ്മൾ എടുത്തത്. പിന്നെ പാരാമീറ്റർ ഇത് ടൈം ഉള്ളത് ഫ്ലോട്ടിംഗ് ടൈപ്പ് നമ്പറിൻ്റെ ടൈപ്പിലാണ് വന്നത്. പക്ഷെ അത് നമുക്ക് ടൈമിലേക്ക് ചിലപ്പോൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും അനാലിസിസ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഈ .info, അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ്. ഇതുകൊണ്ട് നമുക്കൊരു ബേസിക് ഒരു ഐഡിയ കിട്ടി. ഇനി ഇതിൻ്റെ സൈസ് അറിയണമെന്നുണ്ടെങ്കിലോ, റേഞ്ച് ഇൻഡെക്സ് ഇൻഡെക്സ് 18 എൻട്രി ഉണ്ട്, 0 to 15 ഉള്ളത്, കോളം 15 കോളം ഉണ്ട്. മനസ്സിലായില്ലേ? ഈ സെയിം സംഭവം നമുക്ക് ഷേപ്പ് വെച്ച് നോക്കിയാലും കിട്ടും. data.shape 18 15 18 കോളം അല്ല 18 റോ 15 കോളം അതിൻ്റെ ഇവിടെ കിട്ടിയത് ഉണ്ടല്ലേ. 18 റോ കോളം 15. ഷേപ്പ് ഇതടിച്ചാൽ ഒന്നായിട്ട് ഓവറോൾ കിട്ടും. നമുക്ക് വെറും ഷേപ്പ് മാത്രമാണെങ്കിൽ data.shape എന്നുള്ളത് കൊടുത്താൽ മതി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, മെൽറ്റ് എന്നുള്ള ഒരു ഫങ്ഷൻ ഉണ്ട് നമ്മളെ പാണ്ടാസിൽ. മെൽറ്റ് ചെയ്യാതെ ഉദ്ദേശിച്ചാൽ, മെൽറ്റിൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇത് ഈ 3 ഡേറ്റ് അതേപോലെ ഈ 3 സംഭവങ്ങളുണ്ട്, ഡേറ്റ് പാരാമീറ്റർ ഡ്രഗ് നെയിം. ഇത് 3ഉം എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ബാക്കിയുള്ളത് വേരിയബിൾ ടൈപ്പാണ്. ഇവിടെ നിന്നുള്ള ഈ സംഭവങ്ങളൊക്കെ വേരിയബിൾ ആയിട്ടുള്ള വ്യത്യസ്തമായ ടൈമിലുള്ള ഇതാണ്. അപ്പോൾ അതിനെ എനിക്ക് ഇത് ഫിക്സഡ് ആയ പാരാമീറ്റേഴ്സിന് ഫിക്സഡ് ഡാറ്റകൾ മീൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള കാര്യങ്ങൾ ഞാൻ ഒരു കോളായിട്ടും, പിന്നെ
വേരിയബിൾ വാല്യൂ എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് മെൽറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെൽറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉപകാരം എന്താ വെച്ചാൽ, ഇതിപ്പോൾ ഇങ്ങനെ ഉദാഹരണത്തിൽ ഇതാ 15/10/2020 ഡിൽറ്റിയാസിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഈ ടെമ്പറേച്ചർ ഈ സമയത്ത് 1:30 എന്ന സമയത്ത് 23 അതേപോലെ തന്നെ ഇതേ ടൈമിൽ ഇതേ സമയത്തുള്ള പ്രഷർ 12 ഓക്കെ. പിന്നെ ഇതിൻ്റെ തന്നെ ഇതേ ഡേറ്റിൽ തന്നെ വേറെ സമയത്തുള്ളതാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. പിന്നെ 3:30 ടൈം അങ്ങനെ. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഇതൊരു വലിയ നീണ്ട ഡാറ്റകളാണ്. അതിന് നമുക്ക് മെൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതാക്കാൻ പറ്റും. ഓക്കെ, പിവറ്റിങ് അൺപിവറ്റിങ് എന്നുള്ള പരിപാടി ഉണ്ട്. പിവറ്റിങ് എന്നാൽ വലുതാക്കുക, അൺപിവറ്റിങ് ലോങ് ഡാറ്റനെ നമുക്ക് എന്താക്കാൻ പറ്റും, ചെറുതാക്കി ഇതാക്കാൻ പറ്റും. ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ എഴുതാന്ന് ആദ്യം നോക്കാം. അത് എഴുതേണ്ടത് എന്തില്ല, പി ഡി ഡോട്ട് മെൽറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഏതാണോ നമുക്ക് മെൽറ്റ് ചെയ്യേണ്ടത് ആ ഡാറ്റ നെയിം കൂടെ എഴുതുക. പിന്നെ നമുക്ക് എന്തെല്ലാം ഫിക്സഡ് ആക്കി വെക്കുന്ന അതാണ് id wars എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കണ്ടേ. id wars വേണ്ട, id wars. ഇനി id wars ഈക്വൽ ടു നമുക്ക് ഇതിൻ്റെ ഏതൊക്കെ കോളം വേണോ നെയിം, ആ കോളം നെയിം എല്ലാം കൊടുക്കാം. ഇവിടെ എനിക്ക് വേണ്ടി ഡേറ്റ്, പാരാമീറ്റർ, ഡ്രഗ്സ് നെയിം ഓരോന്നായിട്ട് കൊടുക്കാം. ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ സിംഗിൾ കോട്ടും പറ്റും. ഡേറ്റിൻ്റെ ഡേറ്റ് ക്യാപിറ്റലാവുന്നത് ഓക്കെ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരരുത്. കോളം നെയിം എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡേറ്റ്, പാരാമീറ്റർ, ഡ്രസ് കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. എന്താ വെച്ചാൽ അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ ഇത് എറർ വരും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ട ഡേറ്റ്, പാരാമീറ്റർ, ഡ്രഗ്സ് നെയിം ഈ മൂന്നെണ്ണമാണ് id wars. പിന്നെ ഓട്ടോമാറ്റിക് അതിൻ്റെ വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വേരിയബിൾ വരും, അതിൻ്റെ വാല്യൂ വരും. ഇത് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു ഉദാഹരണം എടുക്കുക. ഈ ഡിൽറ്റൈസിയം ഹൈഡ്രോക്സൈഡ് ഇതിൻ്റെ ഈ ഒരേ ദിവസത്തെ ഒരു ടെമ്പറേച്ചറിന് രണ്ട് വാല്യൂ 23 12 അതാണ് 23 12 ഇവിടെ വന്നത്. ഓക്കെ, എന്നിട്ട് ഇതേ സമയത്ത് തന്നെയുള്ള 1:13 രണ്ടാമത്തെ വെറൈറ്റി ഡോക്ടെക്സൽ ഇഞ്ചക്ഷൻ, അതിൻ്റെ ടെമ്പറേച്ചർ പ്രഷറാണ് 9 അത് ഇവിടെ വന്നില്ലേ 9. ഓക്കെ, ആദ്യം ഒരേ ടൈമിലുള്ളത് വരും. ഇങ്ങനെ ഇതിപ്പോൾ നീണ്ടുള്ള ഡാറ്റ ആയിരുന്നു ഇവിടെ കിട്ടിയിരുന്നത്. ഇതിങ്ങനെ വ്യത്യസ്തമായ സമയത്ത് ഒരേ ഡേറ്റിലുള്ള ഒന്നിങ്ങനെ വരിക്ക് റൈറ്റ് എഴുതി വന്നതാണ്. അതിന് നമ്മൾ ചെറുതാക്കി അടിയിലേക്ക് ആക്കി, മനസ്സിലായില്ലേ. അതിനാണ് pd.melt കൂടെ യൂസ് ചെയ്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് ഇവിടെ വാരിയബിൾ ഇതിൻ്റെ നെയിം വേരിയബിൾ എന്നാണ്, വാല്യൂ എന്നാണ്. ഇത് ഡിഫോൾട്ടായിട്ട് വരുന്നതാണ് വേരിയബിൾ. ഈ നെയിം നമുക്ക് ആവശ്യമുള്ള ഒരു അനാലിസിന് നമുക്ക് വേറെന്ത് പേരാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാം.
അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ റീനെയിം ചെയ്യാണ്. പീരീഡ് മെറ്റഡ് അതിന് ഞാൻ ഡാറ്റ ഡോട്ട് മെൽറ്റ് ഡാറ്റ അണ്ടർസ്കോർ മെൽറ്റ് എന്നുള്ളതിൻ്റെ ഒരു വേരിയബിളിൻ്റെ അണ്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സെയിം സംഭവത്തെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് ദെൻ ID വാല്യൂസ് എന്നിട്ട് ഒരു കോമയും കൂടി ഇടാം. എൻ്റർ ചെയ്തിട്ട് മറ്റു ID വാസ് ഓൾറെഡി എഴുതിയില്ല. ID നെയിം എനിക്ക് വേണ്ടിയത് ടൈം നോക്കണം. ഓക്കെ, ഞാൻ ടൈം കൊടുക്കും. നെക്സ്റ്റ് വാല്യൂസ് അല്ലേ, വാല്യൂസിന് ഞാൻ വാല്യൂ നെയിം ഞാൻ എന്താക്കിയെടുത്ത് റീഡിംഗ് ആയി. ടൈംസിന് ഞാൻ T ക്യാപിറ്റൽ. അപ്പോൾ ഇപ്പം ഇനി ഇത് പറഞ്ഞാൽ നോക്കാം നമുക്ക്. മെൽറ്റ് ഡോട്ട് അൺഎക്സ്പെക്റ്റഡ് കീവേഡ് ID നെയിം. ഓക്കെ, ഇവിടെ എന്താ ID നെയിം എല്ലാം നമുക്ക് വേണ്ടി വാർ ഇവിടെ എന്താ കൊടുത്തത് വേരിയബിൾ നെയിം. അപ്പോൾ വാർ നെയിം കൊടുക്കണം. ഓക്കെ, വാർ അണ്ടർസ്കോർ നെയിം. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ എറർ വന്നാൽ ഇവിടെ നോക്കിയാൽ മതി, അതിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് സെക്ഷൻ ചെയ്തു. അത് നോക്കിയിട്ട് അവിടെ മാറ്റം വരുത്തിയാൽ മതി. ഓക്കെ, എററൊക്കെ വരല് സാധാരണ. ഇനി നമുക്ക് ഡാറ്റ അണ്ടർസ്കോർ മെൽറ്റിൻ്റെ നമുക്ക് ഒന്ന് ഡോട്ട് ഹെഡ് എടുക്കാം. അല്ല, ഇവിടെ ഡ്രഗ്സിന് ഇത് മൂന്നും മുകളിലുള്ള സെയിം തന്നെ. ടൈമിന് ഇവിടെ ടൈമായി, ഇവിടെ റീഡിങ് ആയി, രണ്ടും മൂന്നല്ലേ ടൈം. കാര്യം നമുക്ക് ഇവിടെ കുറച്ചിട്ട് വീണ്ടും റൺ ചെയ്യാം. കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ടൈം റീഡിങ് എന്നുള്ള രീതിയിലേക്ക് മാറി. ഇവിടെ വേരിയബിൾ എന്നായിരുന്നു, അതിന് പകരം നമ്മൾ നെയിം മാറ്റി ടൈമാക്കി. പിന്നെ വാല്യൂ എന്നുള്ളത് ഇത് ഡിഫോൾട്ടായിട്ട് വരുന്ന അന്ന് കൊടുത്തില്ലെങ്കിൽ അതിന് നമ്മൾ റീഡിങ് ആക്കി. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കിട്ടിയില്ലേ. ഇനി നമുക്ക് ഇപ്പോൾ ഇത് എന്താ ചുരുങ്ങിയ ഫോർമാറ്റാണ്. ഇതിനെ വീണ്ടും നമുക്ക് വലുതാക്കണം, പഴയ പോലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലോ നമുക്ക് തോന്നും അങ്ങനെ ചെറുതാക്കി അനലൈസ് ചെയ്യേണ്ടത് വീണ്ടും പഴയ രീതിയിലേക്ക്. അപ്പോൾ അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിവറ്റ്. ഓക്കെ, അപ്പം ഡാറ്റ ഡോട്ട് മെൽറ്റ് ഡോട്ട് പിവറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. പിവറ്റിൽ നമ്മൾ എന്തൊക്കെ മെൻഷൻ ചെയ്യുന്നത് വെച്ചാൽ ഇൻഡെക്സ്, ആദ്യം ഇൻഡെക്സ് എടുക്കും. ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ ആ ഫിക്സഡ് വാല്യൂ ഇല്ലേ, ഇതാണ് നമ്മളെ ഇൻഡെക്സ്. ഇത് മൂന്നും നമുക്ക് ഇൻഡെക്സ് ആയിട്ട് വരണം. ഓക്കെ, അപ്പോൾ അത് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഈ മൂന്ന് ഏത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ആ മൂന്ന് കോളൻ നെയിം കോമട്ട് എഴുതിയാൽ മതി. ഓക്കെ, പിവറ്റായി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് വേരിയബിൾ. നെക്സ്റ്റ് നമ്മളിവിടെ കൊടുത്തത് വേരിയബിൾ അല്ലേ, വേരിയബിളിന് പകരം നമ്മൾ എന്താക്കുക അത് കോളംസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും.
കോളംസിൻ്റെ അണ്ടറിൽ വേരിയബിൾ ആയ സാധനങ്ങളെല്ലാം കോളംസിൻ്റെ അണ്ടർ എന്താ ടൈം. നെക്സ്റ്റ് നമുക്ക് വാല്യൂ ആണ് അല്ലേ, വാല്യൂസ് കൊടുക്കുന്ന റീഡിങ് കൊടുത്തു. ഓക്കെ, ടൈം. ഓക്കെ, ടൈമിൽ ക്യാപിറ്റൽ വരണം, അവിടെ സ്മോൾ കൊടുത്തോണ്ടാണ് മിസ്റ്റേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ശരി. ഓക്കെ, അതുകൊണ്ടല്ലേ നമുക്ക് നേരത്തെ അതേ ടേബിൾ തന്നെ അവിടെ കിട്ടി. അപ്പോൾ അൺപിവറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെൽറ്റ് യൂസ് ചെയ്യും, പിവറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിവറ്റിങ് യൂസ് ചെയ്യും. അല്ല, എൻലാർജ് ചെയ്യാൻ വേണ്ടി പിവറ്റ് യൂസ് ചെയ്യും. കറക്റ്റല്ലേ? പക്ഷെ ഇതിൽ ഒരു ചെറിയ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ വെച്ചാൽ പിവറ്റൊക്കെ നമ്മൾ ചെയ്ത്, പക്ഷെ ഇതിൽ ഡേറ്റ് ആണ് വന്നത്, ഡേറ്റ് വന്ന്. പക്ഷെ ഇതിൽ നമ്മളെ മോളത്തെ ഡാറ്റ അല്ലേ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്നത്, അതിൽ ഡേറ്റ് ഇവിടെ വന്നിരുന്നത്, ഇതിൽ ഇൻഡെക്സ് ഇല്ല. അപ്പോൾ ഇൻഡെക്സ് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ സെയിം സാധനം തന്നെ എടുക്കുക, കോപ്പി എടുക്കുക, പഴയ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് റീസെറ്റും കൂടി ചെയ്താൽ ക്ലിയർ ആയി. ഡോട്ട് ഇൻഡെക്സ് റീസെറ്റ്, അല്ല സോറി, ഇതിന് റീസെറ്റ് ഇൻഡെക്സ് കൊടുക്കാം. അപ്പോൾ പഴയ പോലെ യാ സെയിം അല്ല, ഇതിൽ നിന്ന് മാറിയിട്ട് ഇൻഡെക്സ് കൂടി വന്ന്, അപ്പോൾ ഇതേപോലെ നമുക്ക് പഴയ ഡാറ്റ പോലെ ആയി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വീണ്ടും നമ്മളെ ഡാറ്റ ഡോട്ട് മെൽറ്റ് ചെയ്ത സംഭവമല്ലേ, ഡാറ്റ ഡോട്ട് മെൽറ്റ് ഹെഡ്. ഇതാണ് നമ്മളെ ഡാറ്റ. ഓക്കെ, ഇതിൽ ഞാൻ പാരാമീറ്റർ മാറ്റിയിട്ട് എനിക്ക് കൊടുക്കാം. ഇതിൽ ഡേറ്റ് പാരാമീറ്റർ, ഡ്രഗ് നെയിം, ഇത് മൂന്നാണ് ഫിക്സഡ് ആയിട്ട് ഇതിൽ നമ്മൾ കൊടുത്തത്. ഇതിന് പകരം നമുക്ക് ഈ ടൈമിന് കൊടുത്താലോ? അതൊന്ന് നോക്കിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അത് ഞാൻ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു എക്സാമ്പിൾ ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, കോപ്പി പേസ്റ്റ് ചെയ്ത് കേട്ടോ. അതിന് പേര് ഡാറ്റ ഡോട്ട് ഐ ഡി കൊടുത്തു, ഡാറ്റ ഡോട്ട് മെൽറ്റ് ഡോട്ട് പിവറ്റ്. നമ്മൾ ഡാറ്റ ഡോട്ട് മെൽറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേബിളിനെ പിവറ്റ് ചെയ്യാം, എൻലാർജ് ചെയ്യാം. പക്ഷെ എൻലാർജ് ചെയ്യുന്നതിൽ ഞാൻ ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വ്യത്യാസമുണ്ട്. ഡേറ്റ് ഉണ്ട്, പിന്നെ പാരാമീറ്റർ യൂസ് ചെയ്യില്ല, ഡ്രഗ് നെയിം കൊടുത്ത്, പിന്നെ ടൈമും കൊടുത്ത്, പിന്നെ കോളംസ് ആയിട്ട് യൂസ് ചെയ്തത് പാരാമീറ്റർ, പിന്നെ വാല്യൂസ് റീഡിങ് തന്നെ സെയിം. എന്നിട്ട് ഇതൊന്ന് ഇൻഡെക്സ് റീസെറ്റ് ചെയ്തിന്. ഇനി ഡാറ്റ ഡോട്ട് ഐ ഡി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഡാറ്റ ഡോട്ട് ഐ ഡി. അപ്പോൾ കണ്ട മാറി വന്നു. പാരാമീറ്റർ എന്താക്കിയിട്ട് വന്ന് ഇൻഡെക്സ് ആയിട്ട് വന്നു. പാരാമീറ്റർ ഇൻഡെക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോളംസിൽ പാരാമീറ്റർ കൊടുത്തത്. മനസ്സിലായോ?
പിന്നെ ഡേറ്റ് ഡ്രഗ് നെയിം ടൈം ഇതിന് നമ്മൾ ഇൻഡെക്സ് ആയിട്ട് കൊടുത്തു. സോറി, ഇൻഡെക്സിൽ ഈ 3 വന്ന് അതിൽ വന്ന് ഇത് എൻലാർജ് ചെയ്താ പിന്നെ ടൈം അത് വന്ന് വാല്യൂസിൽ റീഡിങ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ടേബിളിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ എത്ര ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് അനാലിസിസ് പറഞ്ഞാൽ ഈ ടെമ്പറേച്ചറിന് നമുക്ക് ഒരു ലോ നോർമൽ ഹൈ വെരി ഹൈ എന്നുള്ള രീതിയിൽ ടെമ്പറേച്ചറിനെ നമുക്ക് പിന്നെ ഇത് വെക്കണം, അഥവാ ഇങ്ങനെ ആ ഒരു കാറ്റഗറിയിലേക്ക് മാറ്റി വെക്കണം. അത് നമ്മൾ ഒറിജിനൽ ഡാറ്റ ഇല്ല. അത് ഞാൻ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ടെമ്പറേച്ചർ ഡാറ്റ ടൈഡി ടെമ്പറേച്ചർ ഡോട്ട് മിനിമം ഡാറ്റ ടൈഡി ടെമ്പറേച്ചർ മാക്സിമം നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ 8 58 ഇടയിലാണ്. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിന് പിന്നെ ചെയ്യാൻ പോവാം. അത് ഞാൻ ആ കോഡ് ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാം. എൻ്റെ ടൈം കുറേ ലേറ്റ് ആയി പോയി. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു പാർട്ട് തീർക്കണം. അപ്പോൾ ടെമ്പറേച്ചർ പോയിന്റ് പറഞ്ഞിട്ട് 5, 15, 20, 35, 50, 60. ഓക്കെ, ടെമ്പറേച്ചർ ലേബൽ ലോ, ഇതിന് 5 ഉള്ളതിനെ ലോ ആക്കണം. ഈ 20ൻ്റെ ഉള്ളിൽ 5 to 20 വരെ, 1 മുതൽ 5 വരെ ലോ, 5 to 20 വരെ എന്താ പറയല്, അല്ല 6 to 20 വരെ നോർമൽ, 20 to 35 വരെ 35 എക്സ്പ്ലോർഡ് ആയിരിക്കും ഹൈ. അങ്ങനെ ഈ ലെവലിലേക്ക് ഇതാക്കണം. അതിന് ഡാറ്റ ഡോട്ട് ഐ ഡി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ ഡാറ്റ. ഈ ഒരു ഡാറ്റയാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ടെമ്പ് കാറ്റഗറി എന്ന പുതിയൊരു കാറ്റഗറി എടുത്തിട്ട് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ടെമ്പ് കാറ്റഗറി pd.cut എന്നാണ് നമുക്ക് പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ ഡോട്ട് ഐ ഡി പറഞ്ഞാൽ ടെമ്പറേച്ചർ കൊടുത്തു, വിൻസ് ടെമ്പറേച്ചർ പോയിന്റ്, അതായി ടെമ്പറേച്ചർ പോയിന്റ്, ലേബൽസ് ടെമ്പറേച്ചർ ലേബൽ, ഈ സംഭവം ഓർത്തത്. എന്നിട്ട് ഇത് റൺ ചെയ്യാം. അപ്പോൾ അത് റൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡാറ്റ ഡോട്ട് ഐ ഡി ഒന്ന് അടിച്ചു ഐ ഡി റൺ ചെയ്ത് നോക്കിയാൽ അറിയാം. ടെമ്പറേച്ചർ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയൊരു കാറ്റഗറി കോളം ഉണ്ടാക്കിയിട്ട് അതിൽ ഇതിനെ കറസ്പോണ്ടിങ് ടെമ്പറേച്ചറിന് ലോ നോർമൽ ആ രീതിയിലേക്ക് നമ്മൾ എടുത്തു. സോറി, ഇത് ലോ എന്ന് പറഞ്ഞാൽ 5 to 20 വരെ ലോ, 20 to 35 വരെ 20 to 35 വരെ എന്താക്കി നോർമൽ. അങ്ങനെ വന്നു കേട്ടോ, 0 to 5 അല്ല. നേരത്തെ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ തിരുത്തണം. അപ്പോൾ 5 to 20 വരെ ലോ വരെ ആയിട്ട്. ഓക്കെ, 20 ഇൻക്ലൂഡഡ്. ഇവിടെ ടെമ്പറേച്ചർ 20 അല്ല, 20 ഇൻക്ലൂഡഡ്, എക്സ്ക്ലൂഡഡ് അല്ല. പിന്നെ 21 to 35 വരെ നോർമൽ. അങ്ങനെ ആ രീതിയിൽ 21 നോർമൽ വന്നു. ആ രീതിയിൽ നമുക്ക് ബിൻ ചെയ്ത് കിട്ടി. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലിപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് എന്താക്കി ലോ നോർമലൊക്കെ കണ്ടുപിടിച്ച്. ഇനി ഇതിന് ഈ എണ്ണത്തിൽ എത്ര ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഡാറ്റ ഐ ഡി ടെമ്പറേച്ചർ ഡോട്ട് വാല്യൂ കൗണ്ട്. ഇത് നമ്മൾ വാല്യൂ കൗണ്ടൊക്കെ മുന്നത്തെ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ലോയിൽ 45 ആൾക്കാരുണ്ട്, നോർമൽ 30 ആൾക്കാർ, ഹൈയിൽ 15 ആൾക്കാർ, വെരി ഹൈയിൽ 5 ആൾക്കാർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അത് നമ്മൾ അടുത്ത നെക്സ്റ്റ് ലൈബ്രറി ഉണ്ട്, SNS, പിന്നെ അതേപോലെ മാറ്റ് പൈപ്പ്ലോട്ട് അങ്ങനത്തെ ലൈബ്രറി പഠിക്കുമ്പോൾ അതിൽ നമുക്ക് വെച്ചിട്ട് ഗ്രാഫായിട്ട് വരയ്ക്കാം. ആ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ അനാലിസിസ് ചേഞ്ച് ആക്കുന്നത്. ഇനി നമുക്ക് വേറൊരു അനാലിസിസ് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഡാറ്റ ഡോട്ട് ഐ ഡി LOC ഡാറ്റ ഡോട്ട് ഐ ഡി ഡ്രഗ് നെയിം ഈക്വൽ ടു എന്താ
ഡിൽറ്റിയാസിയം ഹൈഡ്രോക്ലോറൈഡ് ഉള്ള ഡാറ്റകൾ എനിക്കൊന്ന് കിട്ടണം. അത് മാത്രമുള്ള ഉണ്ടോ ഡാറ്റകൾ കിട്ടി. ആ പർപ്പസിന് വേണ്ടി അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം 30 മിനിറ്റായി. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ വരുമ്പോഴേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആശംസിക്കുന്നു. See you.